വർക്കിയോ സംഭവം ഉണ്ട്. ആദ്യം വണ്ടി ഒന്ന് കാണിച്ചു കൊടുത്താളെ. സംഭവം ഉണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഞങ്ങൾ ഈ വണ്ടി നമ്മളെ ഫോളോവേഴ്സിന് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകണം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫസ്റ്റ് ടൈം അത് കാർ കൊടുക്കാൻ പോകും. അപ്പോൾ വണ്ടിൻ്റെ നമ്പറൊക്കെ നോക്കിക്കോളി. ഫാൻസി നമ്പർ ഉണ്ട് 5353. അപ്പോൾ വെൽക്കം ബാക്ക് ഇൻ ആർക്കിഡോസ്. ഓക്കെ, വെൽക്കം ബാക്ക് ഇൻ ആർക്കിഡോസ്. പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ ഡീറ്റെയിൽ അല്ല, വണ്ടി ജസ്റ്റ് ഒന്ന് കണ്ടാണ്. വീലൊക്കെ നോക്കിയാൽ സെറ്റല്ല. അപ്പോൾ കിട്ടുന്നവർക്ക് എന്തായാലും മുതലാവും. അപ്പോൾ നമ്മളെ കാറ് നമ്മളെ ഫോളോവേഴ്സിൽ ഒരാൾക്ക് എന്തായാലും കൊടുക്കുകയാണ്. നമ്മളെ പുതിയ ഷോപ്പ് അറിയാമല്ലോ, കാലിക്കറ്റ് ഷോപ്പ് ഓപ്പൺ ആക്കുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കാമെന്നറിയാം. അപ്പോൾ അതിന് പ്രമാണിച്ചാണ് നമ്മൾ ഈ ഒരു കാർ ഗീവ് അവേ. ഇതിൻ്റെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ഇതിലേക്ക് വരും. അത് മുമ്പ് യൂട്യൂബും കാര്യങ്ങളൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് ഫോളോ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ ഉള്ളത് പറഞ്ഞു കൊടുക്ക്. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലാണ്. കൊച്ചി നമ്മളെ കാണാൻ വന്ന ആൾക്കാർ മിസ്റ്റർ തൊപ്പി. യെസ്, വണ്ടി ചോദിക്കും. ഞങ്ങളെ വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. അപ്പോൾ തൊപ്പീൻ്റെ വണ്ടി ഉണ്ടല്ലോ ഞങ്ങൾ. പിന്നെ അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതും ഫസ്റ്റ് ടൈമാണ് നമ്മൾ കാർ എടുക്കുന്നത്. ഇതുവരെ നമ്മൾ ഫോണും കാര്യങ്ങളൊക്കെ കൊടുത്തതാണ്. നമ്മളെ ഫോളോവേഴ്സിന് നമ്മളെ ബാക്കിയുള്ള കാര്യം പറഞ്ഞു. അതാ വെറ്റം ബെറ്റർ. അതെ, അപ്പോൾ നമ്മളെ ഫോളോവേഴ്സിന് നമ്മൾ കൊടുക്കാൻ പോണത് നമ്മൾ കാറാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു 5 വർഷത്തെ പ്രയത്നം കൊണ്ട് നമ്മളെ 4ാമത്തെ ബ്രാഞ്ച് കാലിക്കറ്റിൽ അത് കൂടെ നിന്ന എല്ലാവർക്കും, ഇപ്പോൾ ഇതേപോലെ തന്നെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ പാർട്ട്നേഴ്സിനും ഒരുപാട് നന്ദി. ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഫായിസ് ബ്രോ ആയാലും, അതേപോലെ തന്നെ നമ്മളെ നഫ്സൽ ബ്രോ, അൽത്താഫ് ബ്രോ, പിന്നെ ആരൊക്കെയാ നൗഫൽ ബ്രോ പ്രത്യേകം പറയണ്ട. അവരൊക്കെ ഒരു എഫേർട്ടിൻ്റെ ഫലമാണ് നമ്മളെ 4ാമത്തെ ബ്രാഞ്ച്. അതിലുപരി നമ്മളെ ഫാമിലി, അവരുടെ പ്രാർത്ഥന, പിന്നെ എന്താ പറയുക വെച്ചാൽ പടച്ചോൻ്റെ അടുത്താണ് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ അള്ളാഹിനോട് നന്ദി പറയാണ്. അപ്പോൾ ഗൈസ് ഒരുപാട് സന്തോഷം. ഈ കാറ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത ഒരാളാവണം. അതുമാത്രമല്ല നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത ആളാവണം. പിന്നെ നിങ്ങൾക്ക് യൂസർ ഫോൺസ് ഞങ്ങൾ 1 കൊല്ലം വാറണ്ടി നമ്മളെ ഷോപ്പിലാണ്. തീർച്ചയായിട്ടും കാലിക്കറ്റ് ഷോപ്പ് ഓപ്പൺ ആയത് മുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ ഡേറ്റ് വരുന്നത് ജനുവരി 11-ാം തീയതി ഞായറാഴ്ച കാലിക്കറ്റ് YMCA റോഡിലാണ്. ഒരുപാട് പ്രൊമോഷൻസ് കുറേ ആൾക്കാർ വരുന്നുണ്ട്. നമ്മളെ തൊപ്പി വരുന്നുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. നിങ്ങളെല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഗിവ് അവേ വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ നമ്മൾ പോവാണ്. അപ്പോൾ നമുക്കതൊക്കെ കാണാം. ഗിവ് അവേ കൊടുക്കാൻ വേണ്ടിയിട്ട് ലൊക്കേഷനിൽ വണ്ടിയൊക്കെ ഇട്ട് സെറ്റ് ആയിട്ട് ഫൈസ് ബ്രോ ഇതാ നമ്മളെ തൊപ്പി ബ്രോ. അപ്പോൾ 11-ാം തീയതി അടിച്ചു പൊളിക്കല്ലേ? സെറ്റാക്കാം. അതിൻ്റെ ഷൂട്ടിംഗ് ആയിട്ട് ഇതേതാ സ്ഥലം, ഇതേതാ ലൊക്കേഷൻ? ഏതാ? അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. ഇത് സെറ്റ് ലൊക്കേഷനാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇവിടെ വണ്ടിയൊക്കെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ജനുവരി 11-ാം തീയതി ഞായറാഴ്ച എവിടെ വെച്ചിട്ടാണ്? ക്രോസ്. അടിപൊളി. കാലിക്കറ്റ് പ്രശ്നമൊന്നുമില്ല. കാലിക്കറ്റ് സെലക്ട് ചെയ്യുക, വരിക, അടിച്ചു പൊളിക്കുക. അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഗിവന്റെ വീഡിയോസൊക്കെ തൊപ്പിൻ്റെ പേജിൽ വരും. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എത്തിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, പേജിൽ പോയിട്ട് ഫോളോ ചെയ്ത് വെച്ചോളി. ഓക്കെ, അത് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പറയും. തൊപ്പിൻ്റെ പേജിൽ വീഡിയോ വരും. അപ്പോൾ നോക്കിയാൽ മതി. എന്താണിത്? പേടിക്കണ്ട, ഒരു കാരണവശാലും അയച്ചു വരില്ല. പറന്ന് പോയി പൈസ സാധനം പോയി. അല്ല, ഡ്രോൺ പോയി. ഫോട്ടോ ഡ്രോൺ എന്ന് പറഞ്ഞു മേലക്കൂടി എടുക്കലല്ലേ? ഇതൊന്നും അറിയില്ലേ? അതല്ല, ഡ്രോണിൽ പോയി തിരിച്ചു റിട്ടേൺ. അതെ, എടാ കൺട്രോൾ കണ്ടിരുത്തില്ലേ? അപ്പോൾ മച്ചാനെ ബേബി പരിപാടിയാണ് പൈസ ഇപ്പം നടക്കുന്നത്. അപ്പോൾ ഒന്നും പറയാം, കിട്ടണവരെ ഭാഗ്യമാണ്. ആ വണ്ടിൻ്റെ ഇത് കണ്ടില്ലേ, വേറെ ലെവൽ സാധനം.
ഇതെങ്ങനെ സംഭവം അറിയോ പൈസ അവിടുന്ന് ബോസ് എന്താക്കും ആ ഡ്രോൺ ഷോട്ട് ഫസ്റ്റത്തെ ഇൻട്രോ അതാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ബാക്കപ്പ് സാധനം Yo, what's up guys? We are here with another giveaway. മുത്തേ നമ്മളെ സ്റ്റേജിൽ ആദ്യമായിട്ട് ഒരു കാർ ഗിവ് ചെയ്യാൻ പോയി. ഓക്കെ, അപ്പൊ ഇത്തവണ നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഹോണ്ട സിവിക് ആണ്. അപ്പൊ ആരും ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഈ ഗിവ് പങ്കെടുക്കാൻ വേണ്ടിട്ട് രണ്ട് റൂൾസേ ഉള്ളൂ. ഒന്നാമത്തെ റൂള് നമ്മുടെ 3 പേജുകളും ഫോളോ ചെയ്യുക. എന്റെ പേജും നമ്മളെ ബ്രാൻഡ് പാർട്ട്നേഴ്സ് ആയ RQ ടോക്സിന്റെ 2 പേജുകളും ഫോളോ ചെയ്യുക. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ഈ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഇമോജി കമന്റ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന 11-ാം തീയതി നമ്മുടെ RQ ടോക്സിന്റെ 4ാമത്തെ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഉണ്ട് കോഴിക്കോട് വെച്ച്. അപ്പൊ കോഴിക്കോട് വെച്ച് ഇനോഗ്രേഷന്റെ വേദിയിൽ സ്റ്റേജിൽ വെച്ചിട്ട് ലൈവ് ആയിട്ടായിരിക്കും വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുക. അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, നിങ്ങളുടെ ലെക്ക് ട്രൈ ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ആൾക്കാർ കൂടി കിട്ടോ പൈസ കൊച്ചിയിലല്ലേ എന്താണ് മനസ്സിലായി. ഞാൻ പിന്നെ കൊണ്ടിട്ടില്ല കാരണം ബോസിന്റെ തല തിരിഞ്ഞിക്കണ്. ബോസ് അത്രയും എന്താ പറയാ നല്ല സൂപ്പർ വണ്ടി. അബുദാബിന്ന് ഞാനും ദുബായിൽ ഇറങ്ങിയത് മുതലേ ഓട്ടത്തിലാണ്. കാണിച്ചു തരും എന്തായാലും. എന്താ ഇപ്പം നമ്മൾ ബിഹൈൻഡ് സീനാണ്. പക്ഷെ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടുന്നുണ്ട് മക്കളെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഈ എന്താ പറയുക ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഫായ്സ് തന്നെ 4-5 വട്ടം ഫോട്ടോ എടുത്തിന്. ബന്ധപ്പിൻ്റെ ഫാനാണ്. യോയോ ടീമാണ്. ലൈവിലൊക്കെ വയസ്സ് ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. അതേപോലെ ലൈക്ക് വയസ്സ് പൈസ ഇട്ട് കൊടുക്കലുണ്ട് തൊപ്പിൻ്റെ ലൈവില്. പിന്നെ ഇത് നമ്മളെ ഒരു ബ്രോ ആണ്, വളാഞ്ചേരിക്കാരനാണ്. ബ്രോ വളാഞ്ചേരിയിലല്ലേ? വളാഞ്ചേരിയിലാണ്. പിന്നെ ഇവരൊക്കെ ക്യാമറ നമ്മളെ ഫുള്ള് ടീംസ് ഇവിടെ സെറ്റ് ആയിട്ട് കേട്ടോ. ഈ സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ. അസിക എന്താണ് ഈ ബാഗൊക്കെ തൂക്കിയിട്ട്? ബാഗ് തൂക്കിയത് ഞങ്ങൾ കൊച്ചിയിലോത്താണ്. കൊച്ചി എന്നതാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ അത്യാവശ്യം ഇപ്പോൾ നല്ല സൂപ്പർ ഏരിയ കേട്ടോ. നല്ല അടിപൊളി അല്ല കൊച്ചിന്റെ മനോഹാരിത. വാരപ്പുഴ എന്ന സ്ഥലത്താണ് ഞാനിത്. ഇവിടെ കടന്നപ്പള്ളി അല്ലേ? കടമക്കുടിയാ? കടമക്കുടി അല്ലേ? കടമക്കുടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇതൊരു എന്താ പറയാ ഹിഡൻ പ്ലേസ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല മനോഹാരിത, പ്രകൃതിയുടെ ആ ഒരു മനോഹാരിത നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. മനോഹാരിത പറഞ്ഞ അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ളത് അതിനെ നിങ്ങൾക്ക് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാൻ പോണത് കാറാണ്. അത്യാവശ്യം നല്ല ടോപ്പാണ്. ലൈവിൽ കാര്യങ്ങളൊക്കെ കൊടുത്ത മോഡിഫൈഡ് ചെയ്ത വണ്ടിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണത്. നമ്മൾ സപ്പോർട്ട് ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ബിഹൈൻഡ് സീൻ നിങ്ങൾ കണ്ടോളി. ഇത് കണ്ടില്ല, പല ടേക്ക് ആയിട്ട് എടുക്കുന്നത്. ഇതാണ് അവസ്ഥ. ഓട്ടോറിക്ഷക്കാര് നമ്മളൊരു വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല മക്കളെ. ആള് കൂടി റാസിക്ക ആള് കൂടി അപ്പുറത്തൊക്കെ ബ്ലോക്ക് ആയിട്ടാ. ബ്ലോക്കായി ഇന്നലെ ഉണ്ടാക്കിയ അവിടുത്തെ അത്ര ബ്ലോക്ക് ഒന്നും ഇല്ല. കുറച്ച് ഇതുണ്ട്. ഇന്നലെ ചമ്പോട്ടത്ത് നല്ല ബ്ലോക്ക് ചെയ്യുന്നുണ്ടാക്കി. ഒരാളത് ഇവിടെ നമ്മളെ സ്റ്റേജിൽ ആദ്യമായിട്ട് ഒരു കാർ ഗിവ് ചെയ്യാൻ പോയത്. ഇത്തവണ നമ്മൾ ഹോണ്ട സിവിക് ആണ് ഗിവ് ചെയ്യാൻ പോകുന്നത്. പല പല ഷോർട്ടായിട്ടാണ് നമ്മൾ ഇങ്ങനെ കട്ടെടുക്കുക. ഇതാണ് വീഡിയോന്റെ പിന്നിലുള്ള ഒരു എല്ലാവരും കാണുമ്പോ ഔട്ട് വരുമ്പോ ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡ് അഭിപ്രായങ്ങൾ കണ്ടില്ലേ. കരഞ്ഞിട്ടും കരയാതെയും ഒരുപാട് വീഡിയോസ് ചെയ്യുമ്പോൾ അതിനുള്ള
ഇന്നലെ ഞങ്ങൾ കോഴിക്കോട് ഇറങ്ങി. അതിന്റെ വീഡിയോ വരുമ്പോൾ നമുക്ക് അറിയാം. ചിലപ്പം ദാസനും വിജയനും എല്ലാവരും പറഞ്ഞു ബസ്സിൽ പോകുമ്പോഴൊക്കെ ബസ്സിൽ ആൾക്കാരെ ദാസനും വിജയനും എന്നുള്ളത്. അപ്പൊ ആ ഒരു ഞങ്ങൾ ഉദ്ദേശിച്ച സംഭവം ആ ഒരു ഔട്ട് ഞങ്ങൾ ഒരു 1-2 ആൾക്കാർ ഒരുപാട് സംഭവങ്ങൾക്ക് തരാണ്ട്. പിന്നെ ഇനാഗ്രേഷൻ ഞാൻ ഉണ്ടാവില്ല, കാരണം ഈഗോ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനാഗ്രേഷൻ അല്ല മെയിൻ ഇതില് ബാക്കിയുള്ള കാര്യങ്ങളാണ് നിങ്ങളോടുള്ള വിശ്വാസം. നിങ്ങൾക്ക് തിരിച്ചു തരുന്ന സംഗതി കാർ ഇപ്പൊ പ്രാവശ്യം നിന്ന് ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ അടുത്ത ബ്രാഞ്ചിൽ ഇതിനേക്കാൾ വലുത് നമുക്ക് കൊടുക്കും. നമ്മൾ പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഈ ഒരു ഫോൺ ഇപ്പോൾ വിറ്റ് നമ്മൾ മാത്രമല്ല ലാഭം കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഷെയർ നിങ്ങൾക്കും തരുന്നുണ്ടെന്ന് മനസ്സിലായി. ഇതേപോലെ നമ്മൾ iPhone 17 Pro കൊടുത്തിട്ടുണ്ട്, കാർ കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലത്തെ ഇങ്ങനത്തെ കുറേ ഇനി ഒരുപാട് സംഘങ്ങൾ ഇനിയിപ്പോൾ നമ്മളെ കമന്റ് ബോക്സ് ഒന്നും ചെയ്യാം. എന്തൊക്കെ നിങ്ങൾക്ക് ഇതേമാതിരി നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്നത് നമ്മളെന്തെങ്കിലും ഇതേമാതിരി തരും. അപ്പോൾ ഇതാണ് നമ്മളെ ബിഹൈൻഡ് സീൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇതേപോലെ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്താ ചെയ്യുക, ഈ ഒരു ഇനാഗ്രേഷനിൽ ഒരു ഡേറ്റ് എടുക്കുന്ന വരെ തിരക്കുന്നു. ഞങ്ങൾ തിരക്കാണ്, ഞങ്ങളെ കുറേ കണ്ടില്ല. അതാ പറയുന്നത് സൺസ്ക്രീൻ സമയം സൺസ്ക്രീമൊക്കെ ഇങ്ങനെ വലിച്ചിറങ്ങി. ഇന്ത്യ പിന്നെ വൈഫൊക്കെ പറഞ്ഞേക്കണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടെന്ന് ചോദിച്ചു തുടങ്ങിയിരിക്കണേ. ഒന്നുമല്ല, ഞങ്ങൾ ബിസിയാണ്. അപ്പോൾ ഒരുപാട് നന്ദി നമ്മളെ 4ാമത്തെ ബ്രാഞ്ച് സപ്പോർട്ട് ചെയ്തതിനും കൂടെ നിന്നതിനും. അപ്പോൾ ഇനി എന്താ പറയുക, ഇനിയിപ്പോൾ തൊപ്പിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനി നല്ല പേര് അതാ കുറച്ച് കപ്പലണ്ടി ആണോ പൈസ ഉണ്ടോ? അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കപ്പലണ്ടി കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചേട്ടാ നിങ്ങളെ സ്ഥലം ഇവിടെ കാലിക്കറ്റ് വരുമോ? കാലിക്കറ്റാണ് ഞങ്ങൾ ഷോപ്പ്. അതിന് ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വീഡിയോസ് ഈ സംഗതിയൊക്കെ ചെയ്യുന്നത്. ഈ സംഗതിയൊക്കെ ചെയ്യുന്നത് കുഴപ്പമില്ലേട്ടാ. നമ്മൾ ഓരോ സംഗതികളിലെ ഒരുപാട് ആൾക്കാരെ പ്രയത്നം ഒരു വീഡിയോ എന്ന് പറഞ്ഞത് 30-40 സെക്കൻഡേ ഉണ്ടാവുള്ളൂ. 30-40 സെക്കൻഡിന് നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഗൈസ്. കപ്പലാണ്ടി കണ്ടില്ല ഗൈസ്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനി ഫോളോ അപ്പ് ആയിട്ട് നടത്താം. നമ്മളെ ഉന്നാൽ മുടിയാതെ തമ്പി നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ? അതൊക്കെ വരാണ്ട്. അപ്പൊ എല്ലാം കാണിച്ചിട്ടുണ്ട്. എന്നാ വൈൻഡ് അപ്പ് ചെയ്യട്ടെ. അപ്പൊ കപ്പലാണ്ടി നിന്നുകൊണ്ട് കൊച്ചിയിൽ നിന്നും ആർക്യൂ ടോക്സ് വൈൻഡ് അപ്പ് ചെയ്യാണ് വീഡിയോ. റാസിക്കിന്റെ കൂടെ ക്യാമറമാനായിട്ട്.